എടി എടി നിനക്കൊരു പെട്ടി വന്നിട്ടുണ്ട്, ബാ അൺബോക്സിങ് ചെയ്യാം. ആ നീ എന്തോ ഓർഡർ ആക്കിയതാ, പോയി പൊളിച്ചു നോക്കാം. നമുക്ക് പൊളിച്ചു നോക്കാം. ഇത് കണക്ടറാണ്, ടെൻറ്റിൻ്റെ ഷീറ്റ്, കമ്പ്. ഇത് ഏകദേശം ഇത് മാനുവൽ പേപ്പർ പോയി. ഇത്രയും സാധനങ്ങളാണ്. ഇതിൻ്റെ വില എത്ര? 300 രൂപയുടെ സാധനങ്ങളാണ്. ഇതെല്ലാം നമുക്കൊന്ന് കെട്ടി നോക്കാം. നമുക്ക് സെറ്റ് ചെയ്യുന്നത് കാണിക്കുമ്പോൾ എന്നാൽ സെറ്റ് ചെയ്തത് കാണിക്കാം. അപ്പോൾ ഗൈസ് ഇതൊരു ഈ നീളമുള്ള കമ്പ് 6 എണ്ണം ഉണ്ട്. ഈ റെഡ് കണക്ടർ 3 സൈഡിലായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇത് 4 എണ്ണം പച്ച കളറിലെ. ഇത് ഈ കണക്ടർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 കമ്പും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കണക്ടർ. 5 ഉണ്ട് അതുകൊണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം നമ്മളത് ആദ്യം ഇതെടുത്തു, ഇതിലോട്ട് കയറ്റുക. എനിക്ക് കണക്ട് ചെയ്യാനെന്ന് പറഞ്ഞുകൂടാറുണ്ട്. ഞാൻ കൂട്ടത്തിൽ തന്നെ ഒരു പീസ് എടുത്ത് വയ്ക്കുക. അതായത് ഇങ്ങനത്തെ നമുക്കൊരു 4 പീസാണ്. ഇതൊരെണ്ണം അടുത്തെടുക്കാം. ഇതിങ്ങനെ കണക്ട് ചെയ്യുക. ഈ കൂട്ടത്തിൽ 4 എണ്ണം ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഗൈസ് 4 എണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട്. 4 അല്ല 5 എണ്ണം ഉണ്ടാക്കി. നമുക്കിത് സൈഡോട്ട് മാറ്റി വയ്ക്കാം. അടുത്തത് ഇനി വേണ്ട ഈ 4 എണ്ണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ടക്കത്തെ മേൽക്കൂര ഉണ്ടാക്കാൻ 2 ലിറ്ററും അതിനാണ് ഈ 4 എണ്ണം. അപ്പോൾ നമുക്ക് ബാക്കി ഇത് ഇത്ര എണ്ണം ഉണ്ട്, ഇത് ഇത്ര 6 എണ്ണം ഉണ്ട്. ഇതെല്ലാം നമുക്കത് കണക്ട് ചെയ്യാം. അപ്പോൾ ആദ്യമേ ഇപ്പോൾ വേണ്ടത് ഇത് ഗൈസ് ഈ മാനുവൽ നമ്മൾ ചെയ്യാൻ നേരത്തെ എവിടെയോ മിസ്സിങ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും പാട്. പിന്നെ ഞങ്ങൾ ഇത് കണക്ട് ചെയ്യുക. ഇതേപോലെ 2 സൈഡിലോട്ട് കണക്ട് ചെയ്യാം. ഇതേ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും. ഗൈസ് നമ്മൾ അടുത്ത റൂമിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഗൈസ് ഈ ഒരു സ്ക്വയർ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യുക. കണ്ടാ ഈ സ്ക്വയർ രീതി കണക്ട് ചെയ്യുക. വലിപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. നമുക്കിനി 2 കുഞ്ഞു പിള്ളേർക്ക് ഇരിക്കാം, ഒരു വലിയതിനും ഒരു കുഞ്ഞിതിനും ഇരിക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് 4 കമ്പ് മണ്ടക്കോട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. 4 കമ്പ് മണ്ടക്കോട്ട് കുത്തണം. കാണുന്നുണ്ടോ ക്ലിയർ ആയിട്ട്? ഇതുകൊണ്ട് 1 2 2 3 4. ഇനി നമുക്കിതിൻ്റെ മണ്ടക്കോട്ട് വേണ്ടി ഈ പച്ച സാധനമില്ലേ, ഈ പച്ച സാധനം ഫിറ്റ് ചെയ്ത് നമുക്ക് മണ്ടക്കോട്ട് പൊക്കത്തിൽ വെക്കണം. നമ്മളത് ഇതേ കൂട്ടി 4 സൈഡിലും വെച്ചിട്ടാണ്. കൂട്ടി ഈ പച്ച കമ്പ് ഇങ്ങനെ പച്ച സാധനം 4 എണ്ണം ഇങ്ങനെ ഇങ്ങനെ ഫേസ് ചെയ്യുന്ന രീതി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേ ഈ കുഞ്ഞി കമ്പൊക്കെയാണ് കേസ് നമുക്ക് വേണ്ടത്. അത് ഈ കുഞ്ഞി കമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേൽക്കൂരയായിട്ട് കുത്താൻ പോവാണ്. നമുക്കത് കുത്തിയിട്ട് കാണിച്ചാൽ പോരെ. ഇതേ ഇങ്ങനെ ആട്ടോ വെക്കണ്ടേ, റെഡ് ഇവിടെ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ 3 എണ്ണമാണ് ഇനി ഇവിടെ കയറ്റാനുള്ളത്. ഒരെണ്ണം തേണ്ടി ഈ നടുക്ക് കയറ്റണം, ചാടിപ്പോണം. ഒരെണ്ണം തോല്ല ഇവിടെ കയറ്റണം, നടുക്ക് ഇത് ഇവിടെ ആയിട്ട് കയറ്റണം. നമുക്ക് അവിടെ ഇലോട്ട് കൊടുക്കാൻ കയറ്റാൻ. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരെണ്ണം പറഞ്ഞു പോയി. എന്തല്ലേ ഇത് ഈ സൈഡിൽ, ഇത് ഈ സൈഡിലും വെക്കുക. നമുക്ക് ഇതേ പോണു. അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻറ്റ്. ഇത്രേ ഉള്ളൂ നമ്മുടെ ടെൻറ്റ്. 2 ചെറിയ പിള്ളേർക്ക് കൊണ്ടിരിക്കാം. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ടെൻറ്റ് വലിച്ചു കയറ്റിയിടാം. ഇതുകൊണ്ട് ഇതാണ് ടെൻറ്റ്. ഇത്രേ ഉള്ളൂ. നല്ല മണം കേട്ടോ. പക്ഷേ ഇത് എവിടുന്നാണ് ഞങ്ങൾ ഓർഡർ ആക്കിയത് കേട്ടോ. കുറേ ആയി വന്നത്. ഞങ്ങളിത് മീഷോയിൽ നിന്നോ ഫ്ലിപ്പിൽ നിന്നോ എങ്ങാണ്ട് ഓർഡർ ചെയ്തത്. ഒരു തവണ ഓർഡർ ആക്കി നേരത്തെ വന്ന ജസ്റ്റ് പൊട്ടിച്ചൊക്കെ നോക്കി. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് സൈഡിൽ ചെറുതായിട്ടൊന്ന് കീറി
ഇവിടെ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ഇട്ടു പോയി കുത്തിക്കയറ്റാൻ നോക്കിയാൽ പിന്നെ നമ്മൾ മാറ്റി വെച്ച് പിന്നെ പൊട്ടിക്കാമെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു കാരണം അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളെടുത്തത് ഇത് നേരെ അതിലോട്ട് ഇട്ടിട്ട് കാണാം. അപ്പോൾ ഗൈസ് ദേ ഇത്രേ ഉള്ളൂ. എന്തൊക്കെ ഓക്കെ ഓക്കെയാണ്. ചോറിൻ്റെ പാക്കത്തില്ല സ്പേസ് നമുക്ക്. അപ്പോൾ അതേ വിൻഡോ ഒന്നുമില്ല, ചുമ്മാ ഒരു ഡിസൈൻ. നമുക്കിനി അകത്ത് കയറി കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളത് തോട്ട് കയറുവാണ് ഗൈസ്. ഇത്രയും സ്ഥലമുണ്ട് നമുക്ക്. ഒരാൾക്ക് കിടക്കാം, എന്നെപ്പോലെ ഒരാൾക്ക് കിടക്കാം. ഇത്രയുള്ള സ്ഥലം. അപ്പോൾ ഗൈസ് നമുക്കിനി ഇതിലേക്ക് കുറച്ച് പില്ലോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാവേ. പില്ലോയും ഫാനൊക്കെ വെക്കാം. ദേ നമ്മൾ പില്ലോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വലിയ രീതിക്ക് അങ്ങനെ നാലും ഓരോരൊക്കെ ഇരിക്കാം. അപ്പോൾ അതിനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇത് പില്ലോയും പട്ടീനെയൊക്കെ വെച്ചിട്ടും ഏകദേശം സ്ഥലമൊക്കെ ഉണ്ട് ഗൈസ്. ഇത് കുഴപ്പമില്ല. എല്ലാവരും ഇത് മേടിക്കുക. ഇത് നല്ലൊരു സാധനമാണ്. ഓക്കെ നല്ലതെന്ന് പറഞ്ഞാൽ അത്ര ഓക്കെ. കുഴപ്പമില്ല. കൊച്ചു പിള്ളേർക്കൊക്കെയാണ് നല്ലതാ ക്വാളിറ്റി. പിന്നെ ഒരു പ്ലാസ്റ്റിക് നമ്മളെ ബാഗൊക്കെ ഇല്ലേ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബാഗിൻ്റെ മോഡൽ പ്ലാസ്റ്റിക് മറ്റേ കവറില്ലേ നമുക്ക് കാണാൻ പറ്റും. തുണിക്കടയിൽ കവറില്ല. പക്ഷെ ഇവിടെ ഞങ്ങളുടെ വരുമ്പോൾ തന്നെ തുള്ളി ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തള്ളിക്കയറ്റാൻ അതുമല്ല ഇവിടെ ഒരു സ്ഥലം അങ്ങോട്ടും ഇച്ചിരി ചേഞ്ച് ആവും. ഇപ്പം മേടിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ട് അപ്പം തന്നെ റിട്ടേൺ അടിക്കുക. ഞങ്ങൾക്ക് റിട്ടേൺ അടിക്കേണ്ട സമയം കഴിഞ്ഞു പോയി. വെച്ചതായിരുന്നു, സമയം കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.